വാട്ടർ കളർ ഷെയ്ഡിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇപ്പോൾ ട്യൂബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ട്യൂബാണ് കേക്ക്സിനെക്കാട്ടിയും കൂടുതൽ ഫിനിഷ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ട്യൂബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത്. കുറച്ചും കൂടി നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്യണം എന്നാണെങ്കിൽ ട്യൂബ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ട്യൂബിൽ നിന്ന് നമ്മൾ പെയിൻറ്റ് എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു പാലറ്റിലേക്ക് കുറച്ച് പെയിൻറ്റ് ആക്കുക. ഐദർ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ ട്യൂബിൽ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ പെയിൻറ്റ് ആക്കിയിട്ട്, നമ്മൾ ഷെയ്ഡിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം എടുത്ത് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രമേ പെയിൻറ്റ് ആവശ്യമുള്ളൂ. എന്നിട്ട് റൗണ്ട് ബ്രഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫ്ലാറ്റ് ബ്രഷ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ റൗണ്ട് ബ്രഷ് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ ഈ പെയിൻറ്റ് ജസ്റ്റ് ഒരു പ്രാവശ്യം ബ്രഷ് ഒന്ന് വാഷ് ചെയ്ത് തുടച്ചതിന് ശേഷം ഒരു പെയിൻറ്റ് ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ രീതിയിലാണ് പെയിൻറ്റിങ് ചെയ്യുന്നത്. ആദ്യം പെയിൻറ്റ് ഇങ്ങനെ മുകളിൽ ഡാർക്കൻ ചെയ്തു, അതിനുശേഷം താഴോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ലൈറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ മുകളിൽ നമ്മൾ ബ്രഷിൻ്റെ ടിപ്പിലുള്ള ഭാഗം ഇവിടെ ടച്ചായി. എന്നിട്ട് ബാക്കി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ കളർ ലൈറ്റായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം ബ്രഷിൽ പെയിൻറ്റ് അധികം ഉണ്ടെങ്കിൽ നല്ല ഡാർക്കറും, പെയിൻറ്റ് കുറവായിട്ടുള്ള സമയത്ത് ലൈറ്ററിലോട്ടും നമുക്ക് ആക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മൾ ഷെയ്ഡിങ് ചെയ്യുന്നത്. ആദ്യം ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം ഡാർക്കറാക്കി, ടിപ്പിലുള്ള പെയിൻറ്റ് നമ്മൾ ടച്ച് ചെയ്ത സമയത്ത് ഡാർക്കറായിട്ട് വന്നു. എന്നിട്ട് അങ്ങനെ ബ്രഷിനെ ഇങ്ങനെ നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ലൈറ്റായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡാർക്കർ ടു ലൈറ്റർ ടോൺ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും ഡാർക്കർ ടു ലൈറ്റർ ടോൺ ചെയ്യണ സമയത്ത് ബ്രഷിൽ നല്ലോണം പെയിൻ്റ് ആക്കിയതിന് ശേഷം എവിടെയാണോ ഡാർക്കർ വേണ്ടത് അവിടെ ഡാർക്കൻ ചെയ്യുക. അതിനുശേഷം ബ്രഷ് അങ്ങനെ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഷെയ്ഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്ററിലോട്ട് വരും. അപ്പോൾ ഡാർക്കർ ടു ലൈറ്റർ ഷെയ്ഡിങ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ നമ്മൾ ഓരോരോ തവണ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. ഇപ്പം ഞാൻ ബ്രഷിൽ ജസ്റ്റ് ഒരു ഡിപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ആക്കി, എന്നിട്ട് അതിന് ശേഷം ലൈറ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിലധികം വെള്ളമില്ലാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത്. ഓരോരോ ഡിപ്പ് കഴിഞ്ഞ് പെയിൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ബ്രഷ് ഒന്ന് വാഷ് ചെയ്ത് തുടയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഡാർക്കറാക്കി അതിന് ശേഷം നമ്മൾ ബ്രഷ് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഡാർക്കർ ഷെയ്ഡ് നമുക്ക് ഫസ്റ്റ് കിട്ടി. എന്നിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് താഴോട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ലൈറ്ററായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ബ്രഷിൽ പെയിൻറ്റിൻ്റെ അളവ് കുറയും തോറും നമുക്ക് ലൈറ്റർ ഷെയ്ഡ് കിട്ടും. അപ്പോൾ ഡാർക്കർ ഉള്ളത് പെയിൻറ്റ് അധികമുള്ള സമയത്ത് നല്ല ഡാർക്കറായിട്ട് വരും. അതേ ബ്രഷിനെ നമ്മളിങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലൈറ്ററായിട്ട് മാറും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഷെയ്ഡ്സും ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ ഓരോരോ ഷെയ്ഡ് കാണിച്ചു തരുന്നു, ഓരോരോ കളേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഷെയ്ഡിങ്ങിന് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വേറൊരു കളറും അതുപോലെ ചെറിയൊരു സൈസ് ബ്രഷുമാണ്. റൗണ്ട് ബ്രഷ് തന്നെയാണ്. മുന്നേ യൂസ് ചെയ്തതിനെക്കാട്ടിയും സൈസ് ചെറുതായിട്ടുള്ള, നമ്പർ ചെറുതാണ്. അതായത് അതിൻ്റെ തിക്നെസ്സും ഈ ബ്രഷിൻ്റെ തിക്നെസ്സും വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ബ്രഷ് ചൂസ് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ബ്രഷ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പ്രോബ്ലമില്ല. പക്ഷെ നമ്മൾ പിക്ചറൊക്കെ വരയ്ക്കണ സമയത്ത്
സൈസ്, അതായത് പിക്ചറിൻ്റെ സൈസ് എത്ര വലുപ്പമുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ബ്രഷ് ചൂസ് ചെയ്യാനായിട്ട്. കൂടുതൽ ഏരിയ കവർ ചെയ്യണമെങ്കിൽ കുറച്ച് തിക്നെസ് കൂടിയ ബ്രഷ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കുറച്ച് ഏരിയ ആണ് ഉള്ളതെന്നാണെങ്കിൽ കുറച്ച് തിക്നെസ് ഉള്ള ബ്രഷ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ നമ്മൾ ഓരോരോ കളേഴ്സും എടുത്തിട്ട് ജസ്റ്റ് ഷെയ്ഡിങ് പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ കളർ എടുത്തിട്ട് നമ്മൾ ഷെയ്ഡിങ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളും പ്രാക്ടീസ് ചെയ്യുക. നമ്മളിപ്പോൾ എത്ര കളേഴ്സാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇപ്പോൾ 6 കളേഴ്സുള്ള പാക്കറ്റ് ഉണ്ട്, 12 കളേഴ്സുള്ള പാക്കറ്റ് ഉണ്ട്, അതിന് മുകളിലുള്ളതും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ കളർ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ പേപ്പറിൽ വരുന്ന സമയത്ത് കളേഴ്സ് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ട്യൂബിൽ കാണുന്ന പോലെ ആയിരിക്കില്ല കളർ. നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാനും ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ഓരോരോ കളർ എടുത്തിട്ടും നമ്മൾക്കതുപോലെ പ്രാക്ടീസുമായി ഓരോരോ കളർ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോരോ കളറും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നന്നായിട്ട് നമുക്ക് അതിനനുസരിച്ച് കൈ വഴങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു യെല്ലോ ആണ് കൊടുക്കുന്നത്. ബ്രഷിൽ ഓരോരോ ഡ്രോപ്പ് എടുത്തിട്ട് ചെയ്താൽ മതി. കൂടുതലൊന്നും പെയിൻറ്റ് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഓരോരോ ഡ്രോപ്പ് എടുക്കുക, നമ്മുടെ ബ്രഷിൻ്റെ ടിപ്പിലാക്കുക അല്ലെങ്കിൽ പാലറ്റിലാക്കുക. എന്നിട്ട് നന്നായിട്ട് ആദ്യം ഡാർക്കൻ ചെയ്യുക, പിന്നെ ലൈറ്റൻ ചെയ്യുക, എന്നിട്ട് ബ്രഷ് വാഷ് ചെയ്യുക, എന്നിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ചതിന് ശേഷം അടുത്ത കളർ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ വിട്ടുപോയി കഴിഞ്ഞ് ബ്രഷ് അങ്ങനെ തന്നെ വിടുവാണെങ്കിൽ ബ്രിസിൽസ് പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പേപ്പറിൻ്റെ തിക്നെസ് കുറവായിട്ടാണ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ പേപ്പർ കീറിപ്പോവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും വാട്ടർ കളർ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നതെന്നാണെങ്കിൽ വാട്ടർ കളറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പേപ്പർ തന്നെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ കീറിപ്പോവും, ഫിനിഷിങ് ഉണ്ടാവില്ല. നമ്മൾ വെറുതെ പ്രാക്ടീസിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഷീറ്റിലും വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. പെയിൻറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന സമയത്ത് വാട്ടർ കളറിന് യൂസ് ചെയ്തിട്ടുള്ള അതായത് വാട്ടർ കളറിന് അവൈലബിൾ ആയിട്ടുള്ള ആ പേപ്പർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്കം എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ഓരോന്ന് ചെയ്ത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അപ്പം ഞാനിപ്പോൾ ഓരോരോ കളറും എങ്ങനെയാണ് വരുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഇത് നമ്മുടെ 2ാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് ക്ലാസ് ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്യുക. ഞാൻ ഇതിനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാട്ടർ കളർ ക്ലാസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓരോരോ വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും വീഡിയോസിന് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. വളരെ ഈസി ആയിട്ടും അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ടും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ്സസ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോസ്, ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ താങ്ക് യു. ബൈ.